യേശു കർത്താവിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിശക്തമായ ഒരു ആരാധനയ്ക്ക് ശേഷം ദൈവവചനം പങ്കിടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ആയിരിക്കും. ഫിലിപ്പിയൻസ് 4:6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ആ അധ്യായത്തിന്റെ 19-ാം വാക്യം. എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഈ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഈ വാക്യം അറിയാം, പക്ഷെ ഈ വാക്യം അനുസരിച്ച് മുന്നോട്ട് മൂവ് ചെയ്യാൻ പാടല്ലേ. ഒരു 100 വിഷയങ്ങൾ കയറി നെഞ്ചിനകത്ത് നിറഞ്ഞിരിക്കുക. നീ പോലും അറിയാതെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞ ചില അനുഭവിച്ച ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ ഞാൻ പറയും. നമ്മുടെ വാക്കിനാലോ പ്രവർത്തിയാലോ ഒരു ദോഷവും ചെയ്യാത്ത വ്യക്തികൾ നമുക്ക് നേരെ വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതും മോശമായ കാര്യങ്ങൾ കേൾക്കുകയും മോശകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് സമർത്ഥിച്ച് വ്യാജമായത് നിങ്ങളെക്കുറിച്ച്, കളവായത് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികവും ആരോഗ്യപരവും ആയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ടെൻഷൻ വേണ്ട, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനെ സാധാരണ ബുദ്ധി കൊണ്ട് നോക്കി എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും? കഴിക്കാൻ നേരത്തെ ചിന്ത പോകുന്നു, കഴിക്കാൻ പറ്റുന്നില്ല. കിടക്കാൻ നേരത്തെ ചിന്ത പോകുന്നു, ഉറക്കം വരുന്നില്ല. കാരണം ഇതിങ്ങനെ കിടന്ന് ഹൃദയത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. നീ പേടിക്കണ്ട, നീ ഭാരപ്പെടണ്ട. നീ നേരിടുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ഞാൻ മതിയായവനത്രേ. നീ നേരിടുന്ന വിഷയങ്ങൾക്ക് മാനുഷികമായി നിനക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ മറുപടി തരുവാൻ ഞാൻ ശക്തിയുള്ളവനത്രേ. ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ മഹത്വത്തിന്റെ, അവന്റെ ധനത്തിന്റെ, അവന്റെ വല്ലഭത്വത്തിന്റെ, അവന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? അതിന് പരിഹാരം ഉണ്ടാവും. ഹല്ലേലൂയ. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വിഷയം അല്ലെ, സൂപ്പർ അബണ്ടന്റ് സപ്ലൈ. എവിടെ? ഇൻ യുവർ ഏരിയ ഓഫ് ലാക്ക്. നിങ്ങളുടെ ശൂന്യത എവിടെയാണോ, അല്ലെങ്കിൽ എവിടെയാണോ ഇല്ലായ്മയുടെ തലമുള്ളത്, ഏത് മേഖലയിലാണോ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്നത്, ആ മേഖലയിൽ മറുപടി തരുവാൻ എന്റെ ദൈവം ശക്തിയുള്ളവനത്രേ. എങ്ങനെ മറുപടി തരുന്നത്? ദൈവത്തിന്റെ ധനത്തിനും മഹത്വത്തിനും ശക്തിക്കും അനുസൃതമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനുഷികമായ ചിന്തകൾക്കും തലങ്ങൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമെന്ന് മനസ്സിലാക്കി കർത്താവിനെ ശ്രദ്ധിച്ചാണ്. യോഹന്നാൻ 6 അതിന്റെ 1 മുതൽ 13 വരെ ഒന്ന് വേഗം വായിക്കണം. യോഹന്നാൻ 6 1 മുതൽ 13 വരെ. അനന്തരം യേശു തിബരിയാസ് കടൽ എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയൊരു പുരുഷാരം അവിടെ അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമീപിച്ചിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പാൽപമായി ലഭിക്കേണ്ടതിന് 200 അപ്പത്തിന് അപ്പം മതിയാകയില്ല എന്ന് അത് ഒരു മതിയാകയില്ല.
ശിഷ്യന്മാരിൽ ഒരുവനും ശീമോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രോസ്. അപ്പൊ അന്ത്രോസ് രംഗത്ത് വരികയാണ്. അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന വിഷയമല്ലേ. 5 അപ്പവും 5 യവത്തപ്പവും 2 മീനും. 5 യവത്തപ്പവും 2 മീനും. എന്തുണ്ടോ അത് കർത്തൃസന്നിധിയിൽ വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഉള്ളത് മതിയെന്ന്. എനിക്കതിനുള്ള പ്രാപ്തിയില്ലപ്പാ. നിന്റെ പ്രാപ്തി ഉള്ള പ്രാപ്തി ഒന്ന് വിനിയോഗിച്ച്. എനിക്ക് ഇത്രയും കഴിവുള്ളൂ, ആ കഴിവൊന്ന് ദൈവസന്നിധിയിലൊന്നും വെച്ച് വിനിയോഗിച്ച്. അപ്പാ എനിക്ക് ഇനിയുന്ന മേഖലകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നീ ഇവിടം വരെ എത്തിയില്ലേ, ബാക്കി ഞാൻ നടത്തിക്കൂ. വായിച്ചു. ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. അത് കേട്ടവർക്ക് എന്ത് തോന്നിക്കാണും? ഇതെന്നോ പരിപാടി, എന്തോ ഇരുന്നിട്ട് ഇരുത്താൻ പറയുന്നത് അല്ലേ? ആണ് ദൈവത്തിന്റെ പദ്ധതി. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 1000ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാട്ടി നുറുക്കി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വീണിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചു. ഇതൊരു കഥയായി കേട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവദാസനിലൂടെ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചപ്പോൾ ഒരു കഥയായി നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കില്ല. പകരം എൻ്റെ ശൂന്യമായ തലങ്ങളിൽ ഈ സന്ദേശം കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ ശൂന്യമായ മേഖലകളിൽ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണെന്ന് ഈ സന്ദേശത്തിലൂടെ, ഈ ഹല്ലേലൂയ നടന്ന കർത്താവ് ചെയ്ത അത്ഭുതത്തിലൂടെ നിങ്ങളൊരു വിഷയത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ abundant blessing നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. എവിടെയാണോ നിങ്ങളുടെ കുറവുള്ള മേഖല, എവിടെയാണോ നിങ്ങൾ ഭാരപ്പെടുന്ന മേഖല, എവിടെയാണോ നിങ്ങൾ പ്രയാസപ്പെടുന്ന മണ്ഡലം, ആ മേഖലയിൽ തന്നെ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വലുത് ചെയ്യുവാൻ മതിയായവനത്രേ. സൺഡേ സ്കൂളിൽ പഠിച്ചൊരു പാഠം, ബൈബിള് വായിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞത് കേട്ട കഥ, ഇന്നത്തെ ദൈവദാസൻ പ്രസംഗിച്ച പ്രസംഗം, അങ്ങനെ അതിനെ വിചിന്തനം ചെയ്ത് നാളിതുവരെ കേട്ട കഥയായിട്ടിരിക്കുന്നതിനും അപ്പുറത്ത് ഈ അത്ഭുതം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതിനെ ഉൾക്കൊള്ളുന്നതെങ്കിൽ, ഫിലിപ്പിയർ 4:19 വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവന്റെ മഹത്വത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ട് നീക്കുവാൻ അവൻ മതിയായവനത്രേ. ഏത് മേഖലയിലാണോ നീ ബുദ്ധിമുട്ട് നേരിടുന്നത്, ആ മേഖലയിൽ എന്റെ ദൈവം വലുത് ചെയ്യുവാൻ വലുതും ഭയങ്കരവുമായത് ചെയ്തെടുക്കുവാൻ മതിയായവനത്രേ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, അരുമനാഥ, ഞങ്ങളുടെ ശൂന്യതകളും ഇല്ലായ്മകളും മാറ്റുവാൻ അങ്ങയുടെ കൃപ ധാരാളം. ഞങ്ങളത് അറിയുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ലോകം പറയുന്നു നീ രക്ഷപ്പെടുകയില്ല, ലോകം പറയുന്നു നിനക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, ലോകം പറയുന്നു, ലോകത്തിലെ മനുഷ്യർ വിളിച്ചു പറയുന്നു നിന്നെ ഇന്ന മേഖലയിൽ കൂട്ടുമെന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നു നീ നേരിടുന്ന വിഷയത്തിന് ലോകക്കാർ കാണുക, ചാർച്ചക്കാർ കാണുക, ഒരു മറുപടി ഞാൻ തരാൻ പോകും. കർത്താവിന്റെ വലുതും ഭയങ്കരമായ പ്രവൃത്തി വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. സാക്ഷ്യങ്ങളാൽ എന്റെ കർത്താവ് ഓരോരുത്തരെ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫീസ് അടയ്ക്കുന്നതിനെ ചൊല്ലി, ഹല്ലേലൂയ, സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി സ്തോത്രം, ആരോഗ്യപരമായ മേഖലയെ ചൊല്ലി,
ഹല്ലേലൂയ, ശത്രുവിന്റെ ബലം കണ്ട് അസ്വസ്ഥയായിരിക്കുന്ന മണ്ഡലങ്ങളെ ചൊല്ലി അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലെല്ലാം ഈ വചനം കേൾക്കയാൽ ഒരു മറുപടി വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അത് സാക്ഷ്യമായി പറയുവാൻ നിങ്ങളെ ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടി ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.